നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയുടെ വെട്ടിയെടുത്ത തലയുമായി സ്കൂട്ടറിൽ സഞ്ചരിച്ച് ഭർത്താവ്. നടുക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. പ്രതിയെ പോലീസ് പിടികൂടി. കർണാടകയിലെ ചന്ദാപൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഹെബ്ബഗോഡി സ്വദേശി മാനസയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 26 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ശങ്കർ, ഇയാൾക്കും 26 വയസ്സാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രക്തം പുരണ്ട ഷർട്ട് ധരിച്ച് ഒരാൾ രാത്രി സ്കൂട്ടർ ഓടിച്ചു വരുന്നത് കണ്ട് പോലീസ് സംഘം വാഹനം തടയുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിന്റെ ഫുട്ബോർഡിൽ യുവതിയുടെ തല കണ്ടു. കുടുംബ തർക്കമാണ് ഇത്തരത്തിലുള്ള അരുംകൊലയിലേക്ക് നയിച്ചത് എന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. മഴു ഉപയോഗിച്ചാണ് ഈ ഭാര്യയുടെ കഴുത്ത് ഭർത്താവ് വെട്ടിയെടുത്തത് എന്നാണ് പിന്നീട് ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. 5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ഈ വിവാഹത്തിൽ ഇവർക്ക് 3 വയസ്സുള്ള ഒരു മകളുണ്ട്. വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളായിരുന്നു ഇരുവർക്കും ജോലി. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭാര്യയുടെ കൊലപ്പെടുത്തി തലയുമായിട്ട് യാത്ര ചെയ്യുകയായിരുന്നു ഭർത്താവ്. ബാക്കി മൃതദേഹ ഭാഗങ്ങളൊക്കെ സൂട്ട് കേസിൽ കണ്ടെത്തി എന്നതടക്കമുള്ള വിവരങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേരളത്തിൽ നടന്ന അരും കൊലപാതകം, അതായത് ഭാര്യയെയും ഭാര്യയുടെ മാതാവിനെയും കൊലപ്പെടുത്തിയ പ്രതി പ്രേംകുമാർ എവിടെയാണ് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ പോലീസിന് പലയിടങ്ങളിൽ നിന്ന് കോൾ വരുന്നുണ്ട്. അതായത് പ്രതിയെ ഇവിടെ കണ്ടു അവിടെ കണ്ടു എന്ന രീതിയിലൊക്കെ ഫോൺ കോളുകൾ വരുന്നുണ്ട്. ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് ഭാര്യ കൈതവളപ്പിൽ രേഖയെയും ഭാര്യ മാതാവ് മണിയെയും വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. പ്രേംകുമാറിനെ എറണാകുളത്ത് കണ്ടു എന്ന വിവരം ചിലർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. ഇവിടെ നേരത്തെ ഇയാൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. MBA യോഗ്യതയുള്ള പ്രേംകുമാർ മലയാളം, ഇംഗ്ലീഷ് ഉൾപ്പെടെ വിവിധ ഭാഷകൾ അറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു രക്ഷപ്പെടൽ, അതായത് ഈ നാട്ടിലേക്കൊരു രക്ഷപ്പെടൽ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യമൊക്കെ ശക്തമാവുന്നുണ്ട്. നേരത്തെ ക്രൂരകൃത്യം നടത്തി പരിചയമുള്ള വ്യക്തി കൂടിയാണ് ഇയാൾ. കാരണം ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ ജയിലിലായിരുന്നു. ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ 2-ാം ഭാര്യയെ അതുപോലെ തന്നെ ഭാര്യയുടെ മാതാവിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ ഫോൺ ഇയാൾ മുംബൈയിലേക്ക് പോയ ട്രെയിനിൽ ഉപേക്ഷിച്ചതും മറ്റ് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്തതും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. കൊലപാതകം നടന്നത് 2-ാം തീയതിയാണ്. പക്ഷേ 4-ാം തീയതിയാണ് പുറം ലോകം ഈ സംഭവം അറിഞ്ഞത്. മൃതദേഹം അഴുകിയിരുന്നു. അപ്പോൾ നാറ്റം വമിച്ചതോടെയാണ് ആൾക്കാർ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഈ ക്രൂര കൊലപാതക വിവരം പുറം ലോകം അറിഞ്ഞതും. എന്തായാലും പ്രതിക്ക് രക്ഷപ്പെടാൻ 2 ദിവസത്തോളം കിട്ടി. അത് പോലീസിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള വെല്ലുവിളി ആയിരിക്കുകയാണ് പ്രതിയെ കണ്ടെത്തുക എന്നത്. പ്രത്യേകിച്ച് കൊലപാതകം നടത്തിയ സ്പോട്ടിൽ തന്നെ പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ട്. കൊലപാതകം അറിയുന്നതാകട്ടെ 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് പ്രതിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് പ്രതിയെ കണ്ടെത്തുക എന്നത്. 5 സംഘങ്ങളും ഒരു സൈബർ സംഘവുമാണ് കേസ് അന്വേഷിക്കുന്നത്. ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രേംകുമാർ 2 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു. പക്ഷേ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിചാരണയ്ക്ക് പതിവായി ഹാജരാകുന്ന പ്രതിയാണ് ഇയാളെന്നും പോലീസ് പറഞ്ഞു. എന്തായാലും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് വരെ പോലീസ് ഇറക്കിയിട്ടുണ്ട്. മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെയും പ്രതിയാണ് പ്രേംകുമാർ. വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ തള്ളിയ കേസിൽ ജയിൽവാസം അനുഭവിച്ച പ്രേംകുമാർ ജാമ്യത്തിലിറങ്ങിയാണ് രേഖയെയും രേഖയുടെ അമ്മയും കൊലപ്പെടുത്തിയത്. ഭാര്യയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലാണ് രേഖയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറിപ്പ് മൃതദേഹത്തിലുണ്ടായിരുന്നു. വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ രേഖ പരാതി നൽകിയിരുന്നതായി രേഖയുടെ സഹോദരി പ്രതികരിച്ചിരുന്നു. ഭാര്യയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലായിരുന്നു. എന്തിനാണ് അത് ഒട്ടിച്ചത് എന്ന ചോദ്യമൊക്കെ ശക്തമാകുന്നുണ്ട്. കൊലപാതകം നടന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ യുവതി പരാതി നൽകിയിരുന്നു. അതായത് രേഖ പരാതി നൽകിയിരുന്നു. രേഖയുടെ സഹോദരിയാണ് ഈ ഒരു പ്രതികരണം നടത്തിയത്.
എന്തായാലും ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് സംശയരോഗം എന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. രേഖയുടെ രണ്ടാം ഭർത്താവാണ് പ്രേംകുമാർ. പ്രേംകുമാർ ഒരു സ്ഥലത്തും അധിക നാൾ ജോലി ചെയ്യുന്ന വ്യക്തിയല്ല. കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ 5 സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലി നോക്കി. പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയും ഒപ്പം കൂട്ടിയിരുന്നു. അധ്യാപികയായ രേഖയ്ക്ക് ഇയാൾ ഹോട്ടൽ സൂപ്പർവൈസറായി ജോലി തരപ്പെടുത്തി നൽകി. എന്നാൽ അധ്യാപികയായി ജോലി ചെയ്യുക എന്ന ഒരു ആഗ്രഹമായിരുന്നു രേഖ പ്രകടിപ്പിച്ചത്. രേഖയുടെ ഫോൺ പോലും പ്രേംകുമാർ പിടിച്ചു വെച്ചിരുന്നു. കൊലപാതകങ്ങൾ സംശയരോഗത്തെ തുടർന്നുണ്ടായതെന്നാണ് രേഖയുടെ മൃതദേഹത്തിൽ കുത്തിവെച്ചിരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവെച്ചിരുന്നത്. രേഖ പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് പ്രേംകുമാർ കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി ആസൂത്രണം ചെയ്താണ് കൊലപാതകങ്ങൾ നടത്തിയത്. വീട്ടിലെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഇതുവഴിയാണ് പ്രതി വീട്ടിൽ കടന്നത്. രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസിന് സംശയമുണ്ട്. സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു. പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് രേഖ പോലീസിൽ അറിയിച്ചിരുന്നു. ഇതെല്ലാം സംശയങ്ങളുടെ ആഴം കൂട്ടുകയായിരുന്നു. എന്തായാലും പ്രതിയെ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. അതിനായുള്ള ശ്രമങ്ങളൊക്കെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. യുവതിയിൽ പരപുരുഷ ബന്ധം ആരോപിച്ച് പ്രേംകുമാർ നടത്തിയ അരും കൊലപാതകമാണിത്. രണ്ടുപേരെ കഴുത്ത് ഞെരിച്ചു കൊന്നതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് ഇയാൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സംശയരോഗത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ കൊലപാതകം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് രേഖ പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്ന് ഇരുവരും തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിലെത്തി. അമ്മയോടൊപ്പമാണ് രേഖ സ്റ്റേഷനിലെത്തിയത്. കൗൺസിലിംഗ് നൽകാമെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. വീട്ടിലെത്തിയ ശേഷം രേഖയും അമ്മയും സഹോദരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കൗൺസിലിംഗ് നടത്തിയാലും ഒന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് രേഖയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ കൗൺസിലിംഗിന് പോകുന്നില്ല എന്നും രേഖ സഹോദരിയോട് പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുന്നെയാണ് രേഖയുമായി സഹോദരി സംസാരിച്ചിരുന്നത്. പിറ്റേന്ന് കൊലപാതകം നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സഹോദരി 2 ദിവസമായി അമ്മയെ രേഖയും ഫോണിൽ കിട്ടാത്തത് കൊണ്ട് വീട്ടിലെത്തി. അപ്പോഴാണ് കൊലപാതക വിവരം ഇവരും അറിയുന്നത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ആദ്യ ഭാര്യയായ വിദ്യയും ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയാണ് പ്രേംകുമാർ. അന്ന് കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അത്. എന്നിട്ടും ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി പ്രതിക്ക് കേരളത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ തന്നെ ജോലി കിട്ടിയെന്നതും ശ്രദ്ധേയം. ഈ ഹോട്ടലുകളുടെ അടുത്തേക്ക് വരുന്ന യുവതികളെ വളച്ചെടുക്കുന്നത് ഇയാളുടെ ശീലമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ഭാര്യ വിദ്യയും ഇത്തരത്തിൽ തന്നെയാണ് പ്രേംകുമാർ തന്നിലേക്ക് അടുപ്പിച്ചത്. 2019 ഡിസംബറിലായിരുന്നു വിദ്യയെ പ്രേംകുമാർ കൊലപ്പെടുത്തിയത്. പ്രേംകുമാറും വിദ്യയും പരിചയപ്പെടുന്നതിന് 15 വർഷം മുമ്പ് ഫോൺ കോളിലൂടെയായിരുന്നു ഇവർ പരിചയപ്പെട്ടത്. അന്ന് മൂവാറ്റുപുഴയിൽ ഒരു ഹോട്ടലിൽ സൂപ്പർവൈസറായിരുന്നു പ്രേംകുമാർ. ബന്ധുവായ ദീപകിനെ ഹോട്ടലിൽ വെച്ച് കാണാതായെന്ന പരാതി പറയാനാണ് വിദ്യ ഫോൺ ചെയ്തത്. ഇതിലൂടെ പരിചയം വിവാഹത്തിലെത്തി. തേവരയിലടക്കം പല ഭാഗങ്ങളിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചു. 6 മാസം ഉദയംപേരൂരിലായിരുന്നു. മുൻ ബന്ധത്തിലുള്ള മകനെ കസിൻ എന്ന് പറഞ്ഞ് വിദ്യ തന്നെ പരിചയപ്പെടുത്തിയെന്നും വർഷങ്ങളോളം മറച്ചുവെച്ച സത്യം പിന്നീട് അറിഞ്ഞപ്പോൾ മാനസികമായി തകർന്നുവെന്നും ഇതും വൈരാഗ്യത്തിന് കാരണമായെന്നും പ്രേംകുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഒരു മകളുള്ള കാര്യം മാത്രമാണ് വിദ്യ പ്രേംകുമാറിനോട് പറഞ്ഞിരുന്നത്. വിദ്യയെ നേരത്തെ 4 തവണ കാണാതായിരുന്നുവെന്ന് പ്രേംകുമാർ പോലീസിനോട് പറഞ്ഞിരുന്നു. ആദ്യ വിവാഹത്തിലെ മക്കളുടെ കൂടെ താമസിക്കാൻ പോയെന്നാണ് തിരിച്ചെത്തിയ ശേഷം വിദ്യ പറയാറുള്ളത്. പ്രേംകുമാർ നേരത്തെ വിവാഹിതനായിരുന്നുവെന്ന് സൂചനയുണ്ടെങ്കിലും ആദ്യ വിവാഹം എന്നാണ് ഇയാൾ മൊഴി നൽകിയത്. ഇയാൾ അന്നും എറണാകുളം ജില്ലയിൽ വിവിധ ഹോട്ടലുകളിൽ മാനേജറായിരുന്നു. പിന്നീട് 2 തവണയായി 4 വർഷത്തോളം ഗൾഫിൽ ജോലി നോക്കി. 2015 ഇയാൾ തിരിച്ചെത്തിയത്. അതിനുശേഷമാണ് റിക്രൂട്ട്മെന്റ് സ്ഥാപനം തുടങ്ങിയത്. എന്തായാലും ഒരു കൊലപാതകം നടത്തുന്നു, അതിനുശേഷം പുറത്തിറങ്ങുന്നു, വീണ്ടും കൊലപാതകം നടത്തുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സംഭവങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നത് ഈ കുറച്ചുകൂടി ഗൗരവത്തോടെ ചില കാര്യങ്ങൾ കാണേണ്ടതുണ്ട് എന്ന കാര്യത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.